പോലീസുകാരെ ആക്രമിച്ചതിന്റെ പേരിൽ 20 വർഷം തടവ്. ആലോചിച്ച് നോക്കണം. പോലീസുകാരെ ആക്രമിച്ചതിന് 20 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്ന 1-ാം നമ്പർ ക്രിമിനലാണ് നന്ദകുമാർ. അങ്ങനെ 1-ാം നമ്പർ ക്രിമിനലായ നന്ദകുമാറിനെ, പോലീസിനെ ആക്രമിച്ച് 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്ദകുമാറിനെയാണ് ഇപ്പറഞ്ഞ പയ്യന്നൂരിലെ പുതുയുഗ സഖാക്കൾ അവരവരുടെ പ്രസ്ഥാനത്തിന്റെ ട്രഷററായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോ ഇവര് പഠിക്കില്ല. ഇവരിമാര് തെമ്മാടിത്തം ചെയ്തത് കൊണ്ട് പയ്യന്നൂർക്കാരായ സഖാക്കൾ തന്നെ ഇവരെ പാഠം പഠിപ്പിച്ചു, തോൽപ്പിച്ചു കൊടുത്തു. എമ്മാതിരി തോൽവി. കഴിഞ്ഞ തവണ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളെ അയാൾ എന്ത് ചെയ്ത, കണ്ടം വഴി ഓടിപ്പിച്ചിട്ട് കുഞ്ഞികൃഷ്ണൻ സഖാവിനെ ജയിപ്പിച്ച സഖാക്കളുള്ള നാടാണ്, നല്ല സഖാക്കളുള്ള നാടാണ്. അവിടെയാണ് ഈ എരപ്പന്മാര്, അല്ലേ, ഡിഫിക്കാര്, അവരുടെ പ്രസ്ഥാനത്തിന്റെ ട്രഷററായിട്ട് ക്രിമിനലിനെ. അപ്പൊ ആൾക്കാർക്ക് ചോദിക്കുന്നത്, അപ്പൊ ഡിവൈഎഫ്ഐക്ക് അവിടെ ആളില്ലേ? അല്ല, അറിയാൻ ചോദിക്കാം. ഒരു ട്രഷററായിട്ട് തെരഞ്ഞെടുക്കാൻ ഡിഫിക്കാരുടെ ആൾക്കാരൊന്നും അപ്പം പുറത്തില്ലേ? ചെങ്ങായിനെ തന്നെ ട്രഷററാക്കണം എന്ന് എന്തായിരുന്നു നിർബന്ധം? അവിടെയാണ് ഡിവൈഎഫ്ഐ ഞങ്ങൾ ആർക്കൊപ്പമാണ്, ഞങ്ങൾ ക്രിമിനലുകൾക്കൊപ്പമാണ് എന്നൊരു സന്ദേശം കൊടുക്കുന്നത്. CPM നേരത്തെ സന്ദേശം കൊടുത്തു, ഞങ്ങൾ ആർക്കൊപ്പമാണ്, ഞങ്ങൾ കള്ളന്മാർക്കൊപ്പമാണ്, രക്തസാക്ഷി ഫണ്ട് കക്കുന്നവർക്കൊപ്പമാണ് ഞങ്ങൾ, കണക്കാരും ചോദിക്കാൻ വരണ്ട. കുഞ്ഞികൃഷ്ണൻ സഖാവല്ല, അതിന്റെ അങ്ങപ്പുറത്തുള്ള സഖാവായാലും ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വരണ്ട. ഞങ്ങൾ കണക്ക് പറയില്ല, കണക്ക് കൊടുക്കില്ല. കാരണം ഞങ്ങൾ രക്തസാക്ഷി ഫണ്ട് ഞങ്ങൾ പിരിക്കും, ഞങ്ങൾ മുക്കും, ഞങ്ങൾ നക്കും, ഒരാളും ചോദിക്കാൻ വരണ്ട എന്നാണ് ആര് പറഞ്ഞിരുന്നത്? മൂത്ത സഖാക്കൾ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ചെറിയ സഖാക്കൾ, ഒരു മിഡിൽ ക്ലാസ് അല്ല കേട്ടോ, അതായത് അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴത്തുള്ള ഡിഫി സഖാക്കൾ അവരെയും കടത്തി വെട്ടിക്കൊണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നയിക്കാൻ ആരാ വേണ്ടത്? പോലീസിനെ ബോംബെറിഞ്ഞ ആൾ. പോലീസിനെ ബോംബെറിഞ്ഞ് 20 വർഷം തടവിലുള്ള ആൾ തന്നെ നയിക്കണം. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ട്രഷററായ ആൾ മതി. ചില ആൾക്കാർ പറയുന്നത് എന്താ അറിയോ? ഈ ജയിലിനുള്ളിൽ ഇരിക്കുന്ന ആളെ ട്രഷറർ ആക്കി കഴിഞ്ഞാലേ ഇയാൾക്ക് കണക്ക് നോക്കാനൊന്നും പറ്റൂല്ലോ. അപ്പൊ ഇവർക്ക് ഇഷ്ടംപോലെ പുട്ടടിക്കാലോ. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇവരുടെ ഒരു ബുദ്ധിമായ പോക്ക്. അതായത് ട്രഷറർ ജയിലിൽ കിടക്കുക, അപ്പൊ പിന്നെ ഇവിടുന്ന് ഡിഫിക്കാർക്ക് ഇപ്പം പയ്യന്നൂരിൽ ഇനിയിപ്പോ എന്ത് തോന്നിയാസം കളിക്കാം. ആണ്ട് പിരിപ്പിക്കലായിരിക്കും, എന്നിട്ട് മുക്കലായിരിക്കും, പിന്നെ നക്കലുമായിരിക്കും. അത് പോട്ടെ. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഇപ്പറഞ്ഞ പാർട്ടി നന്നാവൂ? നിങ്ങൾ പറ, ഇപ്പറഞ്ഞ പാർട്ടി നന്നാവും? ഞാൻ എന്തിനാ ഈ രാവിലെ വന്നിട്ട് ഈ CPM എങ്ങനെ തെറി വിളിക്കുന്നത്, അല്ലെ CPM എങ്ങനെ ചീത്ത പറയുന്നതെന്നാണ് കുറെ ആൾക്കാരൊക്കെ ചോദിക്കുന്നത്. ഇമ്മാതിരി തോന്നിയ ദിവസം കളിച്ച നമ്മൾ തെറിയല്ല, മറ്റേ തെരണ്ടിവാല അച്ചാറിൽ മുക്കി അടിക്കും. എന്താണ് തെരണ്ടിവാല അച്ചാറിൽ മുക്കി അടിക്കുക? അതാണ് പുതിയ നന്നാവാനുള്ള ഒരു. ഇവര് നന്നാവില്ല, എന്നാലും നന്നാവുകയാണെങ്കിൽ എന്നേ നന്നാവണ്ടേ, അല്ലേ? നന്നാവണമെങ്കിൽ എന്നേ നന്നാവണം. നന്നാവാൻ ഇവര് ഒരിക്കല്ല, അതിന്റെ സൂചനയാണ് ഇത്. ഞങ്ങൾ നന്നാവില്ല, ഞങ്ങളെ തല്ലണ്ടമ്മാവ, ഞങ്ങള് നന്നാവില്ല. നിങ്ങൾക്ക് ഈ നാട്ടിൽ നിലനിൽപ്പുണ്ടാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാട്ടിലെ വിവേകശാലികളായ, ഈ നാട്ടിലെ ബുദ്ധിമതികളായ, ബുദ്ധിമാന്മാരായ കൈരളി ടിവിയും ദേശാഭിമാനിയും മാത്രമല്ല മറ്റ് മാധ്യമങ്ങളും വായിക്കുന്ന കേൾക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ വിഡ്ഢികളാക്കരുത് കേട്ടോ. ഇങ്ങനെ വെല്ലുവിളിക്കരുത് കേട്ടോ. വിഡ്ഢികളാക്കല്ല, ഇങ്ങനെ വെല്ലുവിളിക്കരുത് കേട്ടോ. അതല്ല, ഇതാണ് രീതിയെങ്കിൽ അതിദയനീയ പരാജയങ്ങൾ തുടർക്കഥയാവുന്നത് നോക്കിയിരിക്കാനേ നിങ്ങളെ കൊണ്ട് കഴിയൂ. അപ്പോൾ കാത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ LDF 35 സീറ്റ്, CPM 26 അല്ലേ? നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ പല പ്രാവശ്യം പറയുന്ന പോലെ നിങ്ങൾ എഴുതി വെച്ചോന്നേ. 2029 നടക്കാൻ പോകുന്ന ഈ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ, അല്ലെങ്കിൽ 2031 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വട്ടപൂജ്യം നോട്ടക്കും പിന്നിലായിരിക്കും. എന്താ സംശയമുണ്ടോ? അതല്ലേ ഡിവൈഎഫ്ഐക്കാരൻ ഇമാതിരി പ്രവൃത്തി കണ്ട നമുക്ക് ഉറപ്പിച്ചൂടെ? എല്ലാവർക്കും നമസ്കാരം.
വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ മാസം 5-ാം തീയതിയിലെ പത്രമാണ്. ഈ പത്രത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. 5-ാം തീയതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസത്തെ പത്രം. അത് നമ്മുടെ പയ്യന്നൂരിൽ, എല്ലാവർക്കും അറിയാലോ, പയ്യന്നൂരിൽ ജയിച്ചതാരാണ്? നമ്മുടെ വി കുഞ്ഞികൃഷ്ണൻ സഖാവാണ് ഇത്തവണ പയ്യന്നൂരിൽ ജയിച്ചത്. പയ്യന്നൂരിന്റെ ചരിത്രത്തിൽ CPM അല്ലാതെ മറ്റൊരു പാർട്ടി അവിടെ ജയിച്ചിട്ടില്ല. എന്താ പറയുക, ഗംഭീര വിജയം അല്ലെ, ഗംഭീര വിജയം നേടിക്കൊണ്ടാണ് പയ്യന്നൂരിൽ നിന്ന് ഇക്കാലം അത്രയും CPM വിജയം നേടിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ CPMന്റെ കുലുങ്ങാത്ത കോട്ടയായിരുന്നു പയ്യന്നൂർ അല്ലെ. അതായത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞികൃഷ്ണൻ സഖാവിന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ? അവിടെ ആകെ പോൾ ചെയ്ത വോട്ട് 1,55,970 ആണ്. പയ്യന്നൂരിൽ ആകെ പോൾ ചെയ്ത വോട്ട് 1,55,970. കുഞ്ഞികൃഷ്ണൻ സഖാവിന് കിട്ടിയത്, UDF സ്വതന്ത്രനായി മത്സരിച്ച വി കുഞ്ഞികൃഷ്ണൻ സഖാവിന് കിട്ടിയത്, നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന് ഓർമ്മപ്പെടുത്തിയ കുഞ്ഞികൃഷ്ണൻ സഖാവിന് എത്ര കിട്ടിയത്? 76,640. 76,640. TI മധുസൂദനൻ എന്ന് പറയുന്ന കാട്ടുകള്ളനല്ല, അതിനേക്കാൾ മുന്തിയ കള്ളനാണ്. കാരണം രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ച TI മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല, പാർട്ടി നിർമ്മാണ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട്, അങ്ങനെ ഈ ഫണ്ട് കള്ളൻ TI മധുസൂദനൻ, അയാളായിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി CPMന്റെ. മൂപ്പർക്ക് കിട്ടിയ വോട്ട് 69,153. ചുരുക്കി പറഞ്ഞാൽ 7,487 വോട്ടിലാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് പയ്യന്നൂരിൽ നിന്ന് ജയിച്ചത്. 7,487. ഞാൻ ഈ പത്രം എടുക്കാനുള്ള കാരണം കുറേ കൂടി കൃത്യമായ കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാനാണ്. 7,487 വോട്ടിന് ജയിച്ചു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ തവണ പയ്യന്നൂരിൽ ഈ TI മധുസൂദനൻ ജയിച്ചത്, അയാളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഈ കാട്ടുകള്ളനല്ല, ഈ രക്തസാക്ഷി ഫണ്ട് കള്ളൻ. ഇയാൾക്ക് കിട്ടിയ വോട്ട് എത്രയെന്നറിയോ? കഴിഞ്ഞ വോട്ടിലെ ഭൂരിപക്ഷം, ഇയാൾക്ക് കിട്ടിയ ഭൂരിപക്ഷം 49,780. എന്താണ്? 49,780 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ച TI മധുസൂദനാണ് ഇപ്രാവശ്യം ഇയാൾക്ക് അന്ന് കിട്ടിയ ഭൂരിപക്ഷമായ 49,750 പോയി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞികൃഷ്ണന് 7,457 ഭൂരിപക്ഷവും. ആലോചിച്ച് നോക്കിയാട്ടെ, ഏത് രീതിയിലാണ് പയ്യന്നൂരില് CPM എന്ന് പറയുന്ന വിപ്ലവ പാർട്ടി ഇങ്ങനെ മൂട് കീറിപ്പോയത് എന്നുള്ളത് ഇതിൽ പരം ഒരു തെളിവ് ആവശ്യമുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും, ഇപ്പോ അതായത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പശുവും ചത്ത് മോരിലെ പുളിയും പോയി, ഇതെന്താപ്പം വീണ്ടും പയ്യന്നൂരിലെ കണക്ക്? ഇതൊക്കെ ആൾക്കാർക്ക് അറിയുന്നതല്ലേ. അതൊന്നും കൂടി വ്യക്തത വരുത്താൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒന്നും കൂടി വ്യക്തത വരുത്താൻ, ഇത് എന്റെ ഈ വീഡിയോ കാണുന്ന അന്തം കമ്മികളോ അല്ലെങ്കിൽ അന്തമല്ലാത്ത കമ്മികളോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. അതായത് കഴിഞ്ഞ തവണ 1,00,000-ഓളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അല്ലെ. 1,00,000-ഓളം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നിങ്ങളുടെ ഇളകാത്ത കോട്ട ഇളക്കി മറിച്ചിട്ടിട്ട് അവിടെ 7,000 ചില്ലാൻ വോട്ടിന് കുഞ്ഞികൃഷ്ണൻ സഖാവ് ജയിക്കുന്നു. എങ്ങനെയാ ജയിച്ചത്? ഇപ്പം മറ്റേ പെട്ടിതൂക്കി ഉണ്ടല്ലോ, പെട്ടിതൂക്കി ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, അതായത് ബഹുജനമല്ല പൊതുജനം. എന്താണ് ബഹുജനമല്ല പൊതുജനം? ഞങ്ങൾ കണക്ക് ബഹുജനത്തിനോട് പറയും, പൊതുജനത്തിനോട് പറയില്ല. അപ്പോഴാണ് പത്രലേഖകർ ചോദിച്ചത്, അല്ല ഈ ബഹുജനം പൊതുജനം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോഴാണ് രാകേഷ് പറഞ്ഞത്, ഈ ബഹുജനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജനം, പൊതുജനം എന്ന് പറഞ്ഞാൽ കഴുതകൾ, നിങ്ങൾ. ഞങ്ങള് പൊതുജനത്തിന് കണക്ക് കൊടുക്കൂല, ബഹുജനത്തിന് കൊടുക്കും. മൂപ്പര് ഒരു ജനത്തിനും കൊടുത്തില്ല. എന്നിട്ട് കുഞ്ഞികൃഷ്ണനെ കള്ളാ എന്ന് വിളിച്ച അവസാനം ഈ KK രാഗേഷിനെ പോയി കണ്ട് കുഞ്ഞികൃഷ്ണന് വോട്ട് ചെയ്തോന്ന് ദൈവം തമ്പുരാൻ അറിയാം എന്ന് പറഞ്ഞാൽ ഉള്ള സഖാക്കന്മാര് മുഴുവനും പോയി കണ്ട് കുഞ്ഞികൃഷ്ണന് വോട്ട് ചെയ്തു. അപ്പൊ KK രാഗേഷ് പറയുന്നത് എന്താ വെച്ചാൽ,
സഖാക്കളൊന്നല്ല വോട്ട് ചെയ്തത്, അത് പള്ളിക്കാര് പറഞ്ഞിട്ട് കുറെ മുസ്ലിങ്ങൾ പോയി വോട്ട് ചെയ്താണ്. അത്രേ ഉള്ളൂ. പള്ളിക്കാര് പറഞ്ഞിട്ട് എടോ ഇത്രയും പള്ളിക്കാരും ഇത്രയും മുസ്ലിങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. ഈ പള്ളിക്കാരായിട്ട് പറയുമ്പോഴത്തേക്ക് മുസ്ലിങ്ങൾ പോയി വോട്ട് ചെയ്തിട്ടാണ് കുഞ്ഞികൃഷ്ണ സഖാവ് ജയിച്ചത്. ഇവന് തലക്ക് വെളിവില്ലാത്തതുകൊണ്ട് പലതും പറയും. നമുക്ക് ക്ഷമിക്കാം. പെട്ടി തൂക്കിയെ നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു, പെട്ടി തൂക്കിയെ നമ്മൾ വെറുതെ വിട്ടിരിക്കുന്നു കേട്ടോ. അല്ല, ഞാൻ വീണ്ടും പെട്ടി തൂക്കിന്റെ കാര്യം എന്താ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ വിചാരിക്കും വീണ്ടും ഇതെന്താ ഈ പഴംപുരാണമല്ല. ഞാൻ ഈ പുതിയ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മളെ ഡിഫിക്കാരുണ്ടല്ലോ, ആരാണ്? DYFI, നമ്മുടെ ഡബിൾ എ റഹീമിന്റെ പാർട്ടി, വിപ്ലവ വീര്യമുള്ള വിപ്ലവ യുവാക്കളുടെ സംഘടന ഡിഫി. ഈ ഡിഫിക്കാര്, പയ്യന്നൂരിലെ ഡിഫിക്കാര് അവരുടെ എന്താ പറയാ, പയ്യന്നൂർ ബ്ലോക്കിലെ ട്രഷററായിട്ട് നന്ദകുമാർ തെരഞ്ഞെടുത്തത്. നന്ദകുമാറിനെ തെരഞ്ഞെടുത്ത നമുക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഈ നന്ദകുമാർ എവിടെ കിടക്കുന്ന അറിയോ? നന്ദകുമാർ ജയിലിൽ കിടക്കാണ് സുഹൃത്തുക്കളെ. ജയിലിൽ കിടക്കുന്ന നന്ദകുമാറിനെയാണ് DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി അവരുടെ ട്രഷററായി തെരഞ്ഞെടുത്തത്. ഡിഫിക്കാരുടെ തോന്നിയാസത്തെ കുറിച്ച് ശരണ്യ ഒരു പോസ്റ്റ് ഇട്ടിരുന്നേ. ആ പോസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റിലുള്ളത്. ഞാൻ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു തരാം. പക്ഷെ ഇതിന്റെ അടിയിൽ, ആ പോസ്റ്റിന്റെ അടിയിൽ കുറെ ഇമാതിരി അന്തംഗമ്മികൾ വന്നിട്ട് പറയാനുള്ളൂ, ഞങ്ങളെ പഠിപ്പിക്കണ്ട, നിങ്ങൾ പഠിപ്പിക്കൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾ നന്നാക്കാനും വരണ്ട. കുറെ ആൾക്കാർ ഞങ്ങളെ നന്നാക്കണ്ട, നിങ്ങൾക്ക് എന്തിനാ ഞങ്ങളെ നന്നാക്കേണ്ട കാര്യം? നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയാൽ പോരെ, ഞങ്ങളെ നന്നാക്കാൻ വരണം. ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ കാര്യം. ഞങ്ങളെ CPM പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങളെ CPM ഇങ്ങനെയാണ്, ഞങ്ങളെ ഡിഫി ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയില്ലടോ. നിങ്ങൾ അറിയാത്ത ആൾക്കാർ എന്തിനാ ഞങ്ങളെ നന്നാക്കാൻ വരുന്നത്? അങ്ങനെ ചോദിക്കാണ് കുറെ ആൾക്കാർ. അപ്പോൾ ഇറ്റിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ? നമ്മളെ അപ്പൻ ഗോവിന്ദൻ ഈ എന്താ പറയാ, തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഈ താഴെ തട്ടിലുള്ള സഖാക്കൾ മുതൽ, അതായത് മറ്റേ ബ്രാഞ്ച്, ലോക്കല്, ഏരിയ, ജില്ല, സംസ്ഥാന ലെവലിലുള്ള എല്ലാ ആൾക്കാരെ കൊണ്ടും എങ്ങനെ പാർട്ടി തോറ്റുപോയി, എന്താ കാരണം എന്നൊക്കെ ചോദിച്ച് അവസാനം ഇവര് പറഞ്ഞ കാര്യം നിങ്ങളെ മാറിക്കാളി, നിങ്ങൾ എന്നെ മാറിക്കാളി എന്ന് പറഞ്ഞത്. അതായത് അപ്പൻ ഗോവിന്ദ പോടോ, കാരണഭൂത പോടോ, നിങ്ങൾ രണ്ടാളും പോയാൽ തന്നെ, പിന്നെ ഈ പെട്ടി തൂക്കിയും പോയാൽ തന്നെ പാർട്ടി പകുതി രക്ഷപ്പെടുന്ന ആൾക്കാരൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ എടുത്ത് മുക്കി. എന്നിട്ട് മൂപ്പര് പുതിയൊരു അടവായിട്ട് വന്ന് കാണല്ലോ നാട്ടുകാരോട്. ഒരു വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ട് ഇനി നാട്ടുകാർ പറയും ഞങ്ങൾ എങ്ങനെയാ നന്നാവേണ്ടത് എന്ന് വാട്സപ്പിലൂടെ നാട്ടുകാർക്ക് അറിയിക്കാം. ഞങ്ങൾ അതൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ നന്നാവും. എടോ ഡിഫിക്കാർ, നിങ്ങള് മിനിമം ഈ ചാരുവിന്റെ പോസ്റ്റിന്റെ താഴെ വന്നും കണ്ട് ഞങ്ങളെ പാർട്ടീനെ നന്നാക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, നിങ്ങളെന്തിനാ അഭിപ്രായം പറഞ്ഞെന്ന് ചോദിച്ച ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, നിങ്ങളെ ആദ്യം അത് അപ്പൻ ഗോവിന്ദനോട് പോയി പറഞ്ഞിട്ടോ. നിങ്ങളെ മൂത്താപ്പ അപ്പൻ ഗോവിന്ദനോട് പോയി പറയും. നിങ്ങളെ പാർട്ടീനെ മറ്റേ ജനങ്ങൾക്കൊന്നും നന്നാക്കേണ്ട കാര്യമില്ല, നിങ്ങളെ നന്നാക്കാൻ. പിന്നെ ഈ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട കാര്യമുണ്ടോ? വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് അപ്പൻ ഗോവിന്ദന് നിങ്ങൾക്ക് വിശ്വാസം ചെയ്യേ? ചാരുവിന്റെ FB പോസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്. ശരണ്യ M ചാരു ഒരു 12 മണിക്കൂറായിട്ടുള്ളൂ ഇട്ടിട്ട്. ഇതിങ്ങനെയാണ്: രക്തസാക്ഷി ഫണ്ടിലും തിരഞ്ഞെടുപ്പ് ഫണ്ടിലും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലും അഴിമതി നടത്തി എന്ന് ആരോപണം നേരിടുന്ന ആളിനെ ബഹുജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും അനുഭാവികളുടെയും എതിർപ്പും വിരോധവും വകവയ്ക്കാതെ സ്ഥാനാർത്ഥിയാക്കി ചരിത്രത്തിൽ ആദ്യമായി മണ്ഡലം നഷ്ടപ്പെടുത്തിയ നാടാണ് പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതിയെ DYFI പയ്യന്നൂർ ബ്ലോക്ക് ട്രഷററായി തിരഞ്ഞെടുത്തതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. പുറത്തെ മനുഷ്യർക്ക് ഇപ്പോഴും ഈ നാടിനെ കുറിച്ചും ഇവിടെ പാർട്ടിയെയും യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ കുറിച്ചും വലിയ പിടുത്തമില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോ ഇത്രയും വലിയ അത്ഭുതം തോന്നുന്നത്. ശരണ്യക്ക് ഇതൊന്നും വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നില്ല. പയ്യന്നൂരിലെ സഖാക്കൾ ഇതും ചെയ്യും, ഇതിന്റെ അങ്ങപ്പുറം ചെയ്യുന്നതാണ് ശരണ്യ പറയുന്നത്. ശരി, അടുത്തൊരു വർഷത്തേക്ക് DYFI പയ്യന്നൂർ ബ്ലോക്കിലെ സകലമാന സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ട ആൾ
ജയിലിൽ കിടക്കുന്ന പ്രതിയായാൽ അതുകൊണ്ടുള്ള നേട്ടം ആർക്കാണ് എന്ന് ഇവിടുത്തെ സമകാലിക സാമ്പത്തിക വിഷയങ്ങൾ കൂട്ടിച്ചേർത്ത് ചിന്തിച്ചാൽ മാത്രം മതി കേട്ടോ. അല്ലെങ്കിൽ നോക്കൂ, ആ ചുമതല ഏൽക്കാൻ ഇന്നാട്ടിൽ വേറെ ആളില്ലെന്നാണോ മറ്റുള്ളവർ വിശ്വസിക്കേണ്ടത്? അല്ലേ? ട്രഷററായി നിയമിക്കാൻ ഈ ജയിലിനുള്ളിലുള്ള ആളെ ഉള്ളൂ, അതല്ല പുറത്ത് ആളൊന്നുമില്ല. ഡിവൈഎഫ്ഐ ഇങ്ങനെ കുറ്റിയറ്റ് പോയോ? ആകെ പയ്യന്നൂരിൽ ഡിവൈഎഫ്ഐയിൽ ആകെ 5-6 ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഏതായാലും ചാരു പറയാണ്, എനിക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. ചരിത്രത്തിലെ തന്നെ അതിദയനീയ പരാജയം ഏറ്റുവാങ്ങി നിൽക്കുമ്പോഴും ഇവർക്ക് ഇപ്പോഴും ഇന്നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ പരസ്യമായി വെല്ലുവിളിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നതാണ് അത്ഭുതം, അല്ലേ? ചരിത്രത്തിൽ ഇല്ലാത്ത തോൽവി തോറ്റിട്ടും ഇപ്പോഴും ഞങ്ങൾ ക്രിമിനലുകളുടെ ഒപ്പമാണ്, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങള് കൊലയാളികളുടെ പാർട്ടിയാണ്, ഞങ്ങൾ ബോംബേറുകാരുടെ പാർട്ടിയാണ്. അതല്ല ഇപ്പൊ തെളിയിച്ചത്. മനുഷ്യർക്ക് ബുദ്ധിയും വിവരവും ഉണ്ടെന്നും അവർ ഇതൊക്കെയും ഓഡിറ്റ് ചെയ്യുന്നുണ്ട് എന്നും അന്ധമായ CPM ഭക്തിയിൽ നിന്ന് മാറി നേരിനൊപ്പവും നീതിക്കൊപ്പവും നിൽക്കാൻ അവർ മുന്നിട്ടിറങ്ങിയെന്നും ഇവരൊക്കെ ഇനി ഏത് കാലത്താണ് ഇവർ മനസ്സിലാക്കുക? ജയിലിൽ കിടക്കുന്ന പ്രതിയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക, അങ്ങനെ അത് നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ പയ്യന്നൂരിൽ അങ്ങനെ ക്രിമിനലുകളാണ് അവർ. പാർട്ടി എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളാണോ? അതല്ലേ നമ്മളെ സുധാകരൻ സഖാവ് പറഞ്ഞത്. പാർട്ടി ക്രിമിനലുകളുടെ കയ്യിലാണ്, അല്ലേ? ഈ കഞ്ചാവ് മാഫിയയുടെ കയ്യിൽ, സിന്തറ്റിക് ഡ്രഗ് മാഫിയയുടെ കയ്യിൽ, മാഫിയകളുടെ കയ്യിലാണ്, കൊലപാതകികളുടെ കയ്യിലാണ്, കള്ളന്മാരുടെ കയ്യിലാണ് പാർട്ടി. എന്നിട്ട് പാവം സഖാക്കള്, അപ്പോഴാണ് പാവം സഖാക്കൾ എന്ത് ചെയ്യുന്നത്? സഖാക്കൾ അവർക്കെതിരെ വേണ്ട, വീട്ടിൽ പോയിരിക്കുന്നു നല്ല സഖാക്കൾ പറയുന്നത്. ജയിലിൽ കിടക്കുന്ന പ്രതിയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക, ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് ഒരു യുവജന സംഘടനയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചുമതല ഏൽപ്പിച്ചു നൽകുക പോലുള്ള വെറൈറ്റി കലാപരിപാടികളാണ് വിപ്ലവ പ്രവർത്തനമെന്ന് എങ്ങനെയാണ് ഇക്കൂട്ടർ ഇക്കാലത്തും വിശ്വസിച്ചു പോരുന്നത് എന്ന് മനസ്സിലാവുന്നതേയില്ല. ഇവരുടെ വിചാരം വിപ്ലവ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്താണ്? 51 വെട്ടിയിട്ട് എതിർ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളെ 51 വെട്ടിക്കൊല്ലുക, എതിർചേരിയിലുള്ള മറ്റൊരാളെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക, അല്ലേ? എം എം മണി പറഞ്ഞ പോലെ ഞങ്ങൾ ഒരാളെ വെടിവെച്ച് കൊന്നു, മറ്റൊരാളെ ചവിട്ടിക്കൊന്നു, മറ്റൊരാളെ അടിച്ചു കൊന്നു, മറ്റൊരാളെ ചവിട്ടിക്കൊന്നു, 1 2 3 4, അല്ലേ? മൈക്ക് കെട്ടി പ്രസംഗിച്ചതായി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരെന്താണോ ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ നേർ വിപരീതമായ റിസൾട്ടാണ് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് മൊത്തം പാർട്ടിക്കുണ്ടാവുന്നത്. അതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിക്കുന്നതാണ്. എന്താണോ ഇവരൊക്കെ ചെയ്യുന്നത് അതിന്റെയൊക്കെ ഫലം നാട്ടിൽ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഇക്കൂട്ടരെ ഭയപ്പെടുന്ന ആളുകൾ പരസ്യ പ്രതികരണവുമായി മുന്നോട്ട് വരുന്നുണ്ടാവില്ല. ഇവരെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇവര് പരസ്യമായി, അതുകൊണ്ടാണ് പറയുന്നത്, ഈ കുഞ്ഞികൃഷ്ണൻ സഖാവ് മത്സരിച്ചപ്പോ ഇയാൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത്, ഇയാളുടെ പുസ്തക പ്രകാശനത്തിന് വന്ന ആൾക്കാരൊക്കെ UDF-ന്റെ ആൾക്കാരാണ്. ഇയാളുടെ പുസ്തക പ്രകാശനം വന്ന ആൾക്കാരൊക്കെ UDF-ന്റെ ആൾക്കാരാണ്, ലീഗിന്റെ ആൾക്കാരാണ്. അതല്ലാതെ നമ്മളെ പാർട്ടിയിൽ നിന്ന് ആരും കൊണ്ട് പോയില്ല. നമ്മളെ പാർട്ടിയിൽ നിന്ന് 4 ആൾക്കാർ പോലും പോവില്ല കുഞ്ഞികൃഷ്ണന്റെ കൂടെ. നോക്കിക്ക് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അയാൾക്ക് ആര് വോട്ട് ചെയ്യും? ഞങ്ങളെ സഖാക്കന്മാർ ഒരാൾ പോലെ വോട്ട് വോട്ട് ചെയ്യില്ലെന്നേ ഇങ്ങനെ പറഞ്ഞു നടന്ന ആൾക്കാരാണ് അവസാനം 1,00,000-ലേറെ ആൾക്കാർ, 1,00,000-ലേറെ ആൾക്കാർ പാർട്ടിയിൽ നിന്ന് പോയി കണ്ട് അങ്ങേപ്പുറത്ത് വോട്ട് ചെയ്തു. അപ്പൊ ഏതായാലും എന്നിട്ട് ചാരു ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നതേ, അത് നിങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് ജനങ്ങളിൽ നിന്ന് നിങ്ങൾ എന്നോ അകന്നു പോയത് കൊണ്ടാണ്. അപ്പൊ ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് എന്നോ അകന്നുപോയി. അവരിൽ നിങ്ങൾക്കിപ്പോ സ്വാധീനമില്ലാത്തത് കൊണ്ടാണ്, കുറഞ്ഞ പക്ഷം അവരോട് നിങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായത് കൊണ്ടുകൂടിയാണ്. അപ്പൊ ജനങ്ങളുമായി നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. നേരത്തെ ഈ മറ്റേ പെട്ടി തൂക്കി KK രാഗേഷിനൊക്കെ മുഖം കണ്ടില്ലേ? ഇയാളിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ഇടിച്ച് കാട്ടിട്ടൊക്കെയാണ് വർത്താനം പറയാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളുടെ വർത്താനം. ഞങ്ങളെ പാർട്ടി കള്ളന്മാരുടെ കൂടെയാണ്, നിങ്ങൾ വേണം വിശ്വസിച്ചാൽ മതി, ഓനൊക്കെ കള്ളനാണ്, ഞങ്ങൾ പിരിക്കും, ഞങ്ങൾ തരില്ല, ഞങ്ങൾ കണക്കറില്ല, എന്താ
ഇതാണ് ഇതിന്റെ പുതിയ രൂപമാണ് നമ്മളെ കോഴിക്കോട്ടെ മെഹബൂബ്. അവസാനം ഡിവൈഎഫ്ഐക്കാരുള്ള തോന്നിയാസൊക്കെ ചെയ്ത് അവസാനം പോലീസ് പിടിച്ചപ്പം പോലീസുകാരോട് പറയാണ്, നിങ്ങൾ നമ്മൾ ശരിയാക്കും, ഞങ്ങൾ സഖാക്കളെ പിടിച്ചാൽ നിങ്ങൾ ശരിയാക്കും, പിന്നെ ഈ MLA ഇനി MP ഒന്നും ഞങ്ങൾ വഴി നടത്തൂല. ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്തിരുന്നു. കോഴിക്കോട്ടെ വേറൊരു പെട്ടി തൂക്കി. ഇമാതിരി ജില്ലാ നേതാക്കന്മാര് അല്ലെ, ജില്ലാ സെക്രട്ടറിമാര്, അപ്പം കോവിനെ നമ്മൾ സഹിക്കുക. പിന്നെ അയാൾ വിഡ്ഢിത്തും കോമാളിത്തും കളിച്ചിങ്ങാണ്ട് അയാൾ ഇങ്ങനെ നടന്നോന്ന് വിചാരിക്കുക. മറ്റേ ദേശീയ സെക്രട്ടറി ആണെങ്കിൽ അയാൾ ഒരു ബാഗും തൂക്കി പിടിച്ചിങ്ങാണ്ട് ഈ പറഞ്ഞ പിണറായിനെ കാണുമ്പോഴത്തേക്ക് മൂത്രമൊഴിച്ച് നടക്കുന്ന ഒരു മറ്റേ ദേശീയ സെക്രട്ടറിയും. ഈ ജില്ലാ സെക്രട്ടറിയാണ് ജഗജാല കില്ലാടികള്, ജില്ലാ സെക്രട്ടറിമാര്. ഇവരാണുള്ള തോന്യാസങ്ങൾ മുഴുവനും ഈ പാർട്ടിയെ നാശകോശാക്കുന്ന മീറ്റിങ്ങളാണ്. കണ്ണൂരില് KK രാഗേഷ്, കോഴിക്കോട്ട് മെഹബൂബ്. വേറെ ഒന്നിനും കിട്ടിയില്ലടോ നിങ്ങൾക്ക് അല്ലേ? വേറെ എവിടെ കിട്ടാൻ ഒക്കന്മാര് സാധനങ്ങളല്ലേ? റഹീമിന്റെ മാതിരി ഈ ചെങ്കൊടി കയ്യിലെടുത്തോൽ നമ്മൾ പറയുന്നില്ല. കനിയു പോട്ടെ. അപ്പൊ ഏതായാലും ഇന്നാട്ടിലെ രാഷ്ട്രീയ ബോധമുള്ള വിവേകശാലികളായ മനുഷ്യരെ ഇനിയും വെല്ലുവിളിക്കാതിരിക്കുക എന്നത് നിങ്ങളോട് കാണിക്കേണ്ട നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. അതാണ് ചാരു പറയുന്നത്. ഇതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അവസാനം ഈ അന്തംഗമ്മിനോട് പറയാണ്, ഇന്നാട്ടിലെ രാഷ്ട്രീയ ബോധമുള്ള വിവേകശാലികളായ മനുഷ്യരെ ഇനിയും വെല്ലുവിളിക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ നാട്ടിൽ നിലനിൽപ്പുണ്ടാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നാട്ടിലെ വിവേകശാലികളായ, ഇന്നാട്ടിലെ ബുദ്ധിമാന്മാരായ കൈരളി ടിവിയും ദേശാഭിമാനിയും മാത്രമല്ല മറ്റ് മാധ്യമങ്ങളും വായിക്കുന്ന കേൾക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ വിഡ്ഢികളാക്കരുത് കേട്ടോ. ഇങ്ങനെ വെല്ലുവിളിക്കരുത് കേട്ടോ. വിഡ്ഢികളാക്കല്ല, ഇങ്ങനെ വെല്ലുവിളിക്കരുത് കേട്ടോ. അതല്ല ഇതാണ് രീതിയെങ്കിൽ അതിദയനീയ പരാജയങ്ങൾ തുടർക്കഥയാവുന്നത് നോക്കിയിരിക്കാനേ നിങ്ങളെ കൊണ്ട് കഴിയൂ. അപ്പോൾ കാത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ LDF 35 സീറ്റ്, CPM 26 അല്ലേ? നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ പല പ്രാവശ്യം പറയുന്ന പോലെ നിങ്ങൾ എഴുതി വെച്ചോന്നേ. 2029 നടക്കാൻ പോകുന്ന ഈ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ, അല്ലെങ്കിൽ 2031 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വട്ടപൂജ്യം നോട്ടക്കും പിന്നിലായിരിക്കും. എന്താ സംശയമുണ്ടോ? അതല്ലേ ഡിവൈഎഫ്ഐക്കാരുടെ ഇമാതിരി പ്രവൃത്തി കണ്ട നമുക്ക് ഉറപ്പിച്ചൂടെ? ശരിയെന്നാ ബാക്കി കാര്യങ്ങൾ, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോകളിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ.